വേണ്ടത്? സാരംഗ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, മോളും. അപ്പൊ പിന്നെ തോറ്റു കൊടുക്കേണ്ടത് ഞാനല്ലേ കുട്ടിച്ച? കുട്ടിച്ചൻ പറഞ്ഞ പോലെ ഈ ഒരു രാത്രി കടന്നു പോകുന്ന കാര്യത്തില് എനിക്കും പേടിയുണ്ട്. എന്റെ വിഷമങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഞാനിപ്പോ അവളുടെ മാനസികാവസ്ഥയാണ് നോക്കേണ്ടത്. കുട്ടിച്ചൻ കൊണ്ടുപോക്കോ. സുമ, മോൾക്ക് മാറാൻ 1-2 ഡ്രസ്സ് എടുത്തു വെച്ചോ. ശരി. ഒരു അമ്മയുടെ ചിറകിനടിയിൽ നിന്നും ഒരു കുഞ്ഞിനെ കൊണ്ടുപോവാന്ന് പറയുന്നത് അതൊരു ക്രൂരതയാണ്. സാരംഗ് അതും എന്നെ കൊണ്ട് ചെയ്യിച്ചു. ഈ കാര്യത്തില് കുട്ടിച്ചന് കുറ്റബോധമൊന്നും വേണ്ട. എന്തൊക്കെ പറഞ്ഞാലും അവള് കുട്ടിച്ചന്റെ അടുത്ത് നിൽക്കുമ്പോഴുള്ള സേഫ്റ്റി വേറെ എവിടെ ചെന്നാലും കിട്ടില്ല. കുട്ടിച്ചൻ അവളെ ചെന്ന് വിളിച്ചോളൂ. ചേച്ചി വരുമ്പോ അമ്മ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു നോക്ക് പോണ്ടാന്ന്. മോളെ, അച്ഛൻ വിളിച്ചു പറഞ്ഞിട്ടാ ഞാനിപ്പോ വന്നത്. അച്ഛനെപ്പോ വരും? അച്ഛൻ വരാൻ കുറച്ച് വൈകും. മോളെ ഇവിടെ നിർത്തണ്ടെന്ന് അച്ഛൻ കുട്ടിച്ചനെ വിളിച്ചു പറഞ്ഞത്. മോള് കുട്ടിച്ചന്റെ കൂടെ പോര്. സത്യമാണോ കുട്ടിച്ച? സത്യമാണ്. അച്ഛൻ വിളിച്ചു പറഞ്ഞു, അമ്മയുടെ അനുവാദവും വാങ്ങിച്ചു. നമുക്ക് പോവാം. ഞാൻ വരാം. കുട്ടിച്ച വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മോളിപ്പോ വേറെ ഒന്നും ചിന്തിക്കണ്ട. വേഗം റെഡിയായി വാ. ഞാൻ ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ടുണ്ട്. യാത്രയൊന്നും പറയാൻ നിൽക്കണ്ട കുട്ടിച്ച. യാമി മോളെ ഇവിടുന്ന് കൊണ്ടുപോയാ മോളുടെ പേടി മാറുമല്ലോ. അവിടെ ചെന്നിട്ടാണെങ്കിലും സമാധാനത്തോടെ ഇരിക്കട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടിച്ചനെ വിളിച്ചാൽ മതി. എല്ലാം ശരിയാവും മോളെ. കാലം മാറ്റാത്ത മുറിവുകളില്ലല്ലോ. കുട്ടിച്ചനില്ലേ കൂടെ? നടന്നു നീങ്ങാൻ കാലിന് ആരോഗ്യവും ചിന്തിച്ചുറപ്പിക്കാൻ മനക്കരുത്തും ഉള്ളിടത്തോളം കാലം കുട്ടിച്ചൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. എടോ, യാമിമോള് പോയോ? പോയി. എന്തൊരു മനുഷ്യനാ സാരംഗ്. ഇങ്ങനെയുണ്ടൊരു കണക്ക് തീർക്കല്. ഇതാരെ തോൽപ്പിക്കാനാ? അനാമിക, അയാളിപ്പം നമ്മുടെ കൺമുമ്പിലില്ല. അയാളെ കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുന്നതാ നല്ലത്. എങ്ങനെ ചർച്ച ചെയ്യാതിരിക്കും? മൈഥിലിയുടെ അവസ്ഥ കണ്ടില്ലേ? ഏതമ്മയെ ഇതൊക്കെ സഹിക്കുക? എന്തു ആവാം, ഇതിന്റെയൊക്കെ അർത്ഥം അതല്ലേ? പിന്നെ ഇപ്പോഴത്തെ കാലത്ത് അച്ഛനും അമ്മയെ പേടിപ്പിക്കാൻ കുട്ടികൾക്കൊരു വഴിയുണ്ടല്ലോ. അകത്ത് കയറി വാതിലടച്ച പോരെ. അവർക്കെന്താ? പുറത്തിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കല്ലേ സങ്കടം. മൈഥിലി, സാരംഗ് തിരിച്ചു വരുമ്പോ നിങ്ങൾ തമ്മിൽ ഇതിനൊരു പരിഹാരം കാണണം. എന്ത് പരിഹാരം? അയാൾക്ക് ഇതുപോലെ പല സ്ഥലത്തും പോകാൻ കാണില്ലേ? അപ്പോഴൊക്കെ യാമി ഇങ്ങനെ പെരുമാറിയാൽ എന്ത് ചെയ്യും? അതിനൊരു സൊല്യൂഷൻ വേണ്ടേ? സാരംഗ് ഉദ്ദേശിക്കുന്ന സൊല്യൂഷൻ എല്ലാവർക്കും അറിയാം. മൈഥിലി ഇവിടുന്ന് പോയി കിട്ടണം. അല്ലാതെ യാമിക്ക് എന്ത് പേടി? അവള് കരുതിക്കൂട്ടി ചെയ്യുന്നതാ ഇതൊക്കെ. വേണ്ട അനാമിക, അവള് കുഞ്ഞല്ലേ. അവള് സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോട്ടെ. കുട്ടിച്ചൻ നോക്കിക്കോളും. അമ്മമ്മ തനിച്ചേ ഉള്ളൂ. വാ, ഇനിയുടെ കയറാൻ എന്താ തടസ്സം? വാ മോളെ. ആരാ അവിടെ? ഞാനല്ലാതെ ആര് വരാനാ ലക്ഷ്മി? വേറൊരാള് കൂടി ഉണ്ട് കേട്ടോ.
ഒന്നുമല്ലേ, ഇങ്ങി കേറി പോരെ. വാ മോളെ, കേറിക്കോ. എന്തിനാ മോള് കരഞ്ഞേ? എന്തിനാ ബഹളം വെച്ചേ? മോളുടെ അടുത്ത് ഇപ്പൊ ഒന്നും ചോദിക്കണ്ട ലക്ഷ്മി. കുഞ്ഞാകെ വിഷമിച്ചിരിക്കുക. മോളൊന്നും കഴിച്ചിട്ടുമില്ല. ഞാൻ അടുക്കളയിൽ എന്താ ഉള്ളതെന്ന് തപ്പിയെടുക്കട്ടെ. എനിക്കൊന്നും വേണ്ട കുട്ടിച്ചോ. അത് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ആവശ്യത്തിനും ഭക്ഷണം കഴിപ്പിച്ചോളാമെന്നും നന്നായിട്ട് ഉറക്കിക്കൊള്ളാമെന്നും അച്ഛനോടും അമ്മയോടും വാക്ക് കൊടുത്തിരിക്കുക. എന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് പട്ടിണി കിടക്കുക എന്നൊക്കെ പറഞ്ഞ. മോള് കഴിച്ചോളും, കുട്ടിച്ചനെ എടുത്തോണ്ട് വാ. ലക്ഷ്മി, ഓരോന്ന് പറഞ്ഞ് കുഞ്ഞിനെ പേടിപ്പിക്കല്ലേ കേട്ടോ. അമ്മ എന്തു പറഞ്ഞു പോരുമ്പോ? എന്തൊക്കെയോ പറഞ്ഞു, ഞാൻ കേൾക്കാൻ നിന്നില്ല. പണ്ടൊരിക്കല് ഒരു 17-18 വയസ്സുള്ളപ്പോഴ് സേതു കോളേജിൽ പഠിക്കുന്ന സമയമാ. അവന്റെ കോളേജിലെ എന്തോ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോഴേ ഞാൻ എന്തോ കേറി എതിർത്തു. അത് കുറച്ച് സംസാരമായി. എന്നാ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് സേതു ഇറങ്ങിപ്പോയി. ഞാൻ പ്രതീക്ഷിച്ചു സന്ധ്യയാകുമ്പോ അവൻ തിരിച്ചു വരുമെന്ന്. 8 മണിയായി, 9 മണിയായി, 10 മണിയായി. അവനെ കാണുന്നില്ല. എനിക്കെന്തോ ഒരു വിമിഷ്ടമായിരുന്നു. കുട്ടിച്ചനാണെങ്കിൽ ദൂരെ എവിടെയോ പോയിരിക്കുക. ഞാൻ പിന്നെ കുട്ടിച്ചനെ വിളിച്ചു വരുത്തി. കുട്ടിച്ചൻ വണ്ടിയെടുത്ത് ഞങ്ങൾ അവന്റെ കൂട്ടുകാരുടെ വീടുകൾ മുഴുവൻ തെരഞ്ഞു. ഒരിടത്തുമില്ല. അവസാനം കണ്ടെത്തിയത് എവിടുന്നാ? ഒരു വായനശാലയുണ്ട്. അതിന്റെ പിൻഭാഗത്ത് കാട് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ചെന്ന ഒറ്റ ഇരിപ്പാ. എന്നെ കണ്ടതും ഒറ്റ കരച്ചില്. അപ്പോഴാ എനിക്ക് മനസ്സിലായത് അവൻ ഇറങ്ങിപ്പോയത് എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല, എന്നോട് പറഞ്ഞു പോയതിലുള്ള സങ്കടം കൊണ്ടാണെന്ന്. പിന്നെ ഞാൻ അവനോട് വഴക്കിട്ടിട്ടേയില്ല. യാമിമോളും അങ്ങനെ തന്നെ പെരുമാറുന്നു അമ്മയോട്, കേട്ടല്ലോ. യാമിമോളെ, ഇവിടെ ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. തൽക്കാലം ഇതൊക്കെ ഒന്ന് കഴിക്കാൻ നോക്കും. മോൾ എന്തെങ്കിലും കഴിച്ചിട്ട് നന്നായിട്ട് പോയെന്ന് ഉറങ്ങ്. രാവിലെ കുട്ടിച്ചൻ നല്ല ഫുഡ് ഉണ്ടാക്കി തരും. കഴിക്കുമോളെ. പിന്നെ കഴിച്ചു തീരുമ്പോഴേക്കും ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മറന്നേക്കണം. എന്നിട്ട് ഞാൻ കുട്ടിയച്ഛന്റെയും ലക്ഷ്മി അമ്മൂമ്മയുടെയും അടുത്ത് വിരുന്ന് വന്നിരിക്കുകയാണെന്ന് മനസ്സിലങ്ങ് വിചാരിക്ക്. അപ്പൊ മനസ്സിലൊരു സന്തോഷമൊക്കെ കിട്ടും. മനസ്സിന്ന് പേടിയൊക്കെ മാറ്റിത്തരും ദൈവം. അമ്മമ്മ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. മോള് കഴിക്ക. മൈഥിലി, താൻ ഇനി കുറച്ചു നേരം കിടന്ന് ഉറങ്ങുക. നിങ്ങക്ക് പോവാൻ നേരായോ? ഏയ് ഇല്ല, ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ല. അല്ലെങ്കിലും താനിങ്ങനെ ഇരിക്കുമ്പോ പോവാൻ തോന്നുന്നില്ല. എടോ, ഇക്കാര്യത്തിൽ എന്ത് പറഞ്ഞാൽ തന്നെ ആശ്വസിപ്പിക്കേണ്ടെന്ന കൺഫ്യൂഷനില്ല ഞാനും അനാമികയും. പിന്നെ ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്ന് പെട്ടാ അത് ഫേസ് ചെയ്തില്ലേ പറ്റൂ. സാരംഗനെ തെറ്റിദ്ധരിച്ചപ്പോ പോലും ഇങ്ങനൊരു നാണക്കേട് എനിക്ക് തോന്നിയിരുന്നില്ല. ഇപ്പൊ അതും തോന്നാ. ഹോസ്പിറ്റലില് ചില അമ്മമാര് വന്ന് മുന്നിൽ നിന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കരയും. കാര്യം ചോദിക്കുമ്പോ ആദ്യമൊന്നും പറയില്ല. ഒരുപാട് നിർബന്ധിച്ചു കഴിയുമ്പോ മക്കളുടെ അവഗണനയെക്കുറിച്ച് പറയും. കണ്ടിട്ടും കണ്ടില്ല എന്നടിക്കുന്ന, കേട്ടിട്ടും കേട്ടില്ല എന്നടിക്കുന്ന അവഗണനയെക്കുറിച്ച്. അങ്ങനെയുള്ള അമ്മമാരെ ഒരുപാട് സമയം എൻ്റെ മുമ്പിലിരുത്തി ആശ്വസിപ്പിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വിടാറ്.
അവരുടെ സങ്കടവും ആ കണ്ണീരിന്റെ അളവും ഒക്കെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ കണ്ണീരിന് പൊള്ളലുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്, ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയപ്പോ. വെറുതെ നിയന്ത്രണം വിട്ട് ഓരോന്ന് പറയണ്ട. താൻ വല്ലാതെ വറീടാ. അതെ അനാമിക, ഞാൻ വറീഡാണ്. ഇനിയിപ്പോ നിങ്ങൾ പോയാലും ഞാൻ എന്നെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. ഏതു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും ഞാൻ ചോദിക്കും. എന്നിട്ട് എനിക്കതിന് ഉത്തരവുണ്ടോ എന്ന് നോക്കും. ഇല്ലെങ്കിൽ മൈഥിലി ഒരു പരാജയമാണ്, സമ്പൂർണ്ണ പരാജയം. മൈഥിലി ഇത്രയ്ക്ക് ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല. ഒരു ദിവസം മോള് കുട്ടിയച്ഛന്റെ വീട്ടിൽ നിൽക്കുന്നു, അത്രേ ഉള്ളൂന്ന് കരുതുക. നമ്മുടെ മനസ്സ് പഴയ പുസ്തകമൊന്നുമല്ലല്ലോ വായിച്ച പേജ് വലിച്ചു കീറി കളയാൻ. ഈ സങ്കടം എനിക്ക് ജന്മം മുഴുവനുള്ളതാ. കൂട്ടി കൂട്ടി വെച്ച് കുന്നോളാക്കിയ എന്റെ സ്വപ്നങ്ങള് അടർന്നങ്ങോട്ട് വീണുപോയ പോലെ. ഇതിനിപ്പോ എന്റെ കുടുംബം എന്ന് പറയാൻ പറ്റുമോ? മൈഥിലി താമസിക്കുന്ന ഒരു കെട്ടിടം, അത്രയുള്ളൂ. ചിരി പോയി, കളി പോയി, സന്തോഷം പോയി. വേണ്ട, പറഞ്ഞു പറഞ്ഞ് കാട് കയറണ്ട. താനൊന്ന് പോയി കിടന്നുറങ്ങ. അനാമിക പോയിക്കോ. പേടിക്കണ്ടടോ, എനിക്കൊന്നും പറ്റില്ല. അതിനുവേണ്ട മെന്റൽ സ്ട്രെങ്ത് ഒക്കെ ഡോക്ടർ മൈഥിലിക്കുണ്ട്. മൈഥിലി, മോളെ മൈഥിലി, നീ എപ്പോഴാ വന്ന? കുറച്ചു നേരമായി. ആരും ഉണർന്നിട്ടില്ലാന്ന് തോന്നി, അതാ വിളിക്കാഞ്ഞ്. എന്ത് പണിയായി കാണിച്ചത്? നിനക്ക് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഉണ്ട്, വേറൊന്നുമല്ല കുട്ടിച്ച. അവൾ ഉറങ്ങുകയാണെങ്കിൽ ഉണർത്തണ്ടാന്ന് വിചാരിച്ചു. കിടന്നിട്ട് 1-2 മണിക്കൂറേ ആയി കാണൂ. രാത്രി കിടന്നോളാൻ പറഞ്ഞു പോയിട്ട് 2-3 വട്ടം ഞാൻ പോയി നോക്കി. കട്ടിൽ അതേ ഇരിപ്പ് ഇരിക്കുക. പിന്നെ നിർബന്ധിച്ചുറക്കി. വാ, ലക്ഷ്മി തന്നെ തിരക്കിയിരുന്നു. മോളിവിടെ ഇരിക്കെ. നേരം വെളുത്തപ്പോ ഞാൻ കുട്ടിച്ചനോട് ആദ്യം പറഞ്ഞത് നിന്നെ ഒന്ന് വിളിക്കാനാ. കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞു. കുറച്ചേരമായി ഉമ്മർത്ത് വന്നിരിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ വാതിൽ തുറന്നപ്പോഴാ കണ്ടത്. ഒരു സ്വസ്ഥത ഉണ്ടായില്ല അമ്മേ. നേരം വെളുക്കാൻ വേണ്ടി കാത്തു വെക്കുകയായിരുന്നു. ഉറക്കം കഴിഞ്ഞ് യാമിമോൾ എഴുന്നേറ്റ് വരട്ടെ. എന്നെ കൊണ്ടാവുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്നലെ രാത്രി എന്തോരം നേരം നിന്റെ കാര്യം തന്നെ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. നിന്നെ വെറുക്കല്ലേ, ഒറ്റപ്പെടുത്തല്ലേ എന്നൊക്കെ. കുടം കമഴ്ത്തി വെള്ളം ഒഴിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. പിന്നെ അതിനെ അതിന്റെ വഴിക്ക് അങ്ങ് വിട്ടു. മോളെ, ഞാമി മോളെ പോയി വിളിക്കണോ? വേണ്ട, അവളെവിടെ കിടക്കുന്ന കുട്ടിച്ച? ഇവിടെ തന്നെയാ, വാ. കണ്ടോ? ഒളിച്ചു ചെന്ന് കണ്ടല്ലേ? ഇതിനൊക്കെ ഇടയാക്കിയവരുടെ തലയില് നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് ഉള്ള സങ്കടം കൂട്ടല്ലേ ലക്ഷ്മി.
വിചാരിച്ച ഞാനൊന്ന് ഹോസ്പിറ്റൽ വരെ പോവാ. യാമി ഉണർന്ന് ഭക്ഷണം കഴിച്ചാ കുട്ടിച്ചൻ എന്നെ ഒന്ന് വിളിക്കുവോ? അതിനെന്താ മോളെ, ഞാൻ വിളിച്ചോളാം. അമ്മേ, ഞാൻ പോയിട്ട് വരട്ടെ. ജോലിക്ക് പോവല്ലേ, ഇതൊന്നും മനസ്സിൽ വെക്കണ്ട. മോള് പോയിട്ട് വാ. സാരംഗ് പിന്നെ വിളിച്ചില്ല. വിളിച്ചാൽ എന്താ പറയേണ്ടതെന്നും അറിയില്ല. പക്ഷെ നിന്നെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഇനി എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാനത് നിഷേധിക്കും. അവന് എന്ത് തോന്നിയാലും കുഴപ്പമില്ല, അല്ലേ ലക്ഷ്മി? ഇവിടെ ഡോക്ടേഴ്സ് ഇല്ലാത്ത സമയത്ത് വിസിറ്റേഴ്സിനെ അലൗ ചെയ്യുന്നത് എന്തിനാ? ഞാൻ പറഞ്ഞു മാഡം, പക്ഷേ ഐ എം സോറി മൈഥിലി, ആ കുട്ടി പെർമിഷൻ തന്നില്ല. പക്ഷേ തന്റെ അനുമതി ഉണ്ടെന്ന് ഞാനൊരു കള്ളം പറഞ്ഞു. പൊക്കോളൂ. ഓക്കെ. കള്ളം പറഞ്ഞുള്ള ഈ വരവിന്റെ ഉദ്ദേശം എന്താണാവോ? നല്ല ഉദ്ദേശമാണ്. സിറ്റിയില് ഞങ്ങൾക്കൊരു വിമൻസ് ക്ലബ് ഉണ്ട്. ഞാനതില് മെമ്പറായിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. കുടുംബജീവിതത്തിനെ കുറിച്ച് ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. ഉദ്ഘാടകയായിട്ട് പലരും പല പേരുകൾ പറഞ്ഞു. പക്ഷേ എല്ലാവർക്കും ഒരുപോലെ താല്പര്യമുള്ള ഒരാളാവണമല്ലോ. അപ്പോ ഞാൻ മൈഥിലിയുടെ പേര് പറഞ്ഞു. എല്ലാവരും എഗ്രി ചെയ്തു. ഒരു 1 hour ഫംഗ്ഷൻ. മൈഥിലിക്ക് ഒന്ന് വരാലോ അല്ലേ? ഞാൻ വരില്ല. എന്തു പറ്റി? കുടുംബജീവിതത്തിന്റെ പവിത്രതയെക്കുറിച്ചല്ലേ സംസാരിക്കേണ്ടത്? ഞാൻ ആ കാര്യത്തിലെ വലിയ പരാജയ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഞാൻ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വരുന്നത് ശരിയല്ലല്ലോ. അതൊക്കെ ആര് നോക്കുന്നു? ഞാൻ നോക്കും. എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. ഓക്കെ, സ്പീച്ച് വേണ്ട. മൈഥിലിക്ക് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യാലോ. നിങ്ങൾ വലിയ പിടിപാടൊക്കെ ഉള്ള ആളല്ലേ. എത്ര ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ആളെ വേണമെങ്കിലും ആ ഫംഗ്ഷന് കൊണ്ടുവരാൻ പറ്റും. ദെൻ വൈ മീ? എന്നെ നാണം കെടുത്താൻ അവിടെ ആരെങ്കിലും ഏർപ്പാടാക്കി നിർത്തിയിട്ടുണ്ടോ? എന്താ മൈഥിലി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? താനീ കാണിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് തനിക്ക് തോന്നിയാ അത് വലിയ മണ്ടത്തരാ. സാരംഗ് തന്നോട് ഡിമാൻഡ് വെച്ച കാര്യങ്ങൾ താൻ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ചും എൻ്റെ മോളുടെ കാര്യത്തിൽ. സന്തോഷിക്കാനുള്ള വകയുണ്ട് മായാമഹേശ്വരിക്ക്. എൻ്റെ മോൾ എന്നെ പൂർണ്ണമായിട്ടും തള്ളി പറഞ്ഞു. അമ്മയെ പേടിക്കുന്ന മകളെ എൻ്റെ അടുത്തുനിന്ന് സാരംഗ് മറ്റൊരിടത്തേക്ക് മാറ്റി. അതൊക്കെ നിങ്ങളുടെ ഫാമിലി മാറ്റർ. ഞാൻ എന്തിനാ അതൊക്കെ അറിയുന്നത്? വലിഞ്ഞു കയറി ഒളിഞ്ഞു നോക്കുന്നതിനേക്കാളും നല്ലതേ നേരെ നിന്ന് പറയണം. ഞാൻ നിങ്ങളെ ഇല്ലാതാക്കാനാ വന്നിരിക്കുന്നത്. അതിനുള്ള ധൈര്യമൊക്കെ ആവാം ഫേമസ് ബിസിനസ് വുമനായ മായാമഹേശ്വരിക്ക്. പിന്നെ ഇപ്പോഴത്തെ ഈ വരവ് എന്നെ പ്രോഗ്രാമിനെ ക്ഷണിക്കാനല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ മുമ്പിൽ നിങ്ങളുടെ വിജയം കാണിക്കാനാ. 1 or 2 ദിവസം അല്ലെങ്കിൽ 1 or 2 ആഴ്ച നിങ്ങൾ ജയിച്ചു എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ എൻ്റെ മകൾക്ക് ഞാൻ കൊടുക്കുന്ന സ്നേഹം സത്യമാണെങ്കിൽ, എൻ്റെ മകൾക്ക് വേണ്ടിയുള്ള എൻ്റെ നെഞ്ചിലെ പ്രാർത്ഥന സത്യമാണെങ്കിൽ, ആ സത്യം ഒന്ന് കാർമേഘം മൂടിയാലും മറനീക്കി പുറത്തു വരും. ഇനി പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ലെങ്കിൽ പോകാം. ഓക്കെ, താങ്ക് യു മൈഥിലി. തന്റെ കാര്യത്തിൽ എനിക്ക് സഹതാപമുണ്ട്. പക്ഷേ താൻ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഈ ശ്രമങ്ങളെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. താൻ ജയിക്കട്ടെ. ഞാൻ ജയിക്കും, അതെനിക്ക് തീർച്ചയാ. കാരണം ഞാൻ വെറും ഒരു വേഷം കെട്ടുകാരിയല്ല, അന്തസ്സുള്ളൊരു ഭാര്യയാണ്, ആത്മാഭിമാനമുള്ള ഒരു അമ്മയാണ്. അങ്ങനെയുള്ളവർക്ക് തോൽക്കാൻ പറ്റില്ല. നോ പ്ലീസ്.